കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു റിലേഷൻഷിപ്പിലെ അല്ലെങ്കിൽ ഓരോ റിലേഷൻഷിപ്പിലും ഉണ്ടാകാൻ ചാൻസസ് ഉള്ള റെഡ് ഫ്ലാഗ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ വീഡിയോ ഓഫ്കോഴ്സ് ഗ്രീൻ ഫ്ലാഗ്സിനെ പറ്റിയിട്ടാണ്. ഗ്രീൻ ഫ്ലാഗ്സ് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഒരു അഷുറൻസ് ആണ് അല്ലെ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെരി ഫസ്റ്റ് ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സേഫ്റ്റി ആണ്. സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് സേഫ് ആണ്, നമ്മൾ അവിടെ സേഫ് ആണ് എന്ന് ഫീൽ ചെയ്യണം. ഓക്കെ, യാതൊരു തരത്തിലുള്ള പേടിയും ഇല്ലാതെ ആ വ്യക്തിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള എന്തിനെങ്കിലും പറ്റിയിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ആയിട്ടുള്ള യാതൊന്നിനെ പറ്റിയിട്ടും യാതൊരു ഭയവും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രീൻ ഫ്ലാഗ്. പേടിയില്ലാത്ത അവസ്ഥ മാത്രമല്ല സേഫ്റ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ടും ഒന്നിനെ പറ്റിയിട്ടും യാതൊരു തരത്തിലുള്ള ഉത്കണ്ഠയോ മറ്റ് യാതൊരു തരത്തിലുള്ള മെന്റൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒന്നും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ ആണ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അല്ലാതെ ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പല സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു സമയത്ത് അവൈലബിൾ അല്ലാതിരിക്കുക, അങ്ങനെ അല്ലാതെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഹെൽത്തി ആയിരിക്കണം. നമ്മളെ യാതൊരു തരത്തിലും ഹേർട്ട് ചെയ്യാത്ത, ഒരു നെഗറ്റീവ് ടെർമിനോളജീസ് ഒന്നും ഇല്ലാത്ത, വളരെ ഈസി ആയിട്ടും സ്മൂത്ത് ആയിട്ടും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന അങ്ങനത്തെ തരത്തിലുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഗ്രീൻ ഫ്ലാഗ്. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും, ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് തേർഡ് ഗ്രീൻ ഫ്ലാഗ്. നെക്സ്റ്റ് വൺ ഈസ് ഹാവിങ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് പേർപ്പസ്. മുമ്പ് സിറ്റുവേഷൻഷിപ്പിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സിറ്റുവേഷൻഷിപ്പിലൊക്കെ ഇത് എന്തിനാണ്, ഏതിനാണ്, എങ്ങോട്ട് പോകുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എന്നൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വളരെ പ്രോപ്പർ ആയിട്ടുള്ള, വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒരു മനസ്സുറപ്പുള്ള ഒരു ബന്ധമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിരിക്കും. എങ്ങനെയാണ് പോകുന്നത്, എത്ര നല്ല രീതിയിലാണ് പോകുന്നത്, തുടക്കവും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് മറ്റൊരു ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മുടെ ഐഡന്റിറ്റി. നമ്മുടെ വ്യക്തിത്വം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. എല്ലാ ആൾക്കാരും ഒരുപോലെയൊന്നും അല്ല, ഓരോരുത്തരും വ്യത്യസ്തമായ ചുറ്റുപാടിൽ വളർന്നു വന്നവരാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ഓരോ ചിന്താഗതിയും എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം ആ ഒരു ബന്ധത്തില് ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. എന്തിനെ പറ്റിയിട്ട്? ഐഡന്റിറ്റിയെ പറ്റിയിട്ട്. എന്റെ ഐഡന്റിറ്റി ഇതാണ്, ഇതിലുള്ള ഡ്രോബാക്സ് ഇതാണ്, ഇതിലുള്ള പ്ലസ് പോയിന്റ്സ് ഇതാണ്, അതുപോലെ മറ്റൊരാളുടെ ഐഡന്റിറ്റി ഇതാണ് എന്നുള്ളത് വളരെ റെസ്പെക്ട്ഫുള്ളി നമ്മളിത് മനസ്സിലാക്കുകയും നമ്മളിത് ട്രീറ്റ് ചെയ്യണം. അപ്പൊ അത് നമുക്ക് അനുഭവപ്പെടും. നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കത് അനുഭവപ്പെടും. നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ആ ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടും വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണ്ടേ. അത് ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ്. പലരും ഇഗ്നോർ ചെയ്ത് പോകുന്ന ഒരു കാര്യമുണ്ട്, ആരോഗ്യം എന്നുള്ളത്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് എന്നുള്ള നല്ലൊരു മാനസികാരോഗ്യവും വളരെ നല്ല ഒരു ശാരീരിക ആരോഗ്യവും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മുടെ ഹെൽത്ത് വളരെ നല്ല രീതിയിൽ ആയിരിക്കുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. സോ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പ് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിലാണോ കൊണ്ടുപോകുന്നത്, അതോ നമ്മളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ ഫ്ലാഗ് ആണ്. ഇനി അടുത്ത ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ലിസൺ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. നമുക്ക് സൊല്യൂഷൻ ഒന്നും അല്ല വേണ്ടത്. നമുക്ക് സൊല്യൂഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട് അല്ലെ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ തന്നെ എത്രയധികം വഴികൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളൊരു പ്രശ്നത്തെ പറ്റി നമ്മുടെ ചാറ്റ് GPT-യിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മനുഷ്യൻ പറയുന്നതിനേക്കാളും കൂടുതൽ വസ്തുനിഷ്ഠമായിട്ടും വളരെ ആധികാരികമായിട്ടുള്ള പല മറുപടികളും നമുക്ക് ലഭിക്കാറുണ്ട്. നമ്മുടെ അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നും തന്നെ പല സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്നതിലുപരി നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യുന്ന ഒരാളെയാണ്. സോ നല്ലൊരു ലിസണിങ് സ്പേസ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളതാണ് ഒരു ഗ്രീൻ ഫ്ലാഗ്.
അടുത്ത ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു കോംബോ ഗ്രീൻ ഫ്ലാഗ് ആണ്. അതായത് നമുക്ക് ഒരു അവനവനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ അവബോധത്തോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കണം, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത വളരെ വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്രാക്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു സ്വയം അവബോധം പ്ലസ് ഒരു ആത്മവിശ്വാസം, ഒരു മിനിമൽ ആത്മവിശ്വാസം എന്തായാലും വേണം. അതും ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ്. ഇനി അടുത്ത ഗ്രീൻ ഫ്ലാഗ് നോക്കാം. ഇൻഡിവിജ്വൽ സ്പേസിനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. ആവശ്യമായ കാര്യങ്ങളിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന, അവൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം അല്ലെ. എല്ലാത്തിലും കയറി ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നമ്മളെ മുൾമുനയെ നിർത്തുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. സോ മ്യൂച്വൽ സ്പേസ് ഗ്രീൻ ഫ്ലാഗ്. അവനവന്റെ കാര്യം നന്നായി നോക്കുന്ന, അത്യാവശ്യം നല്ല ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ഒരാളാണ് എന്നുള്ള ഒരു ഉറപ്പ്, ദാറ്റ്സ് എ ബിഗ് ഗ്രീൻ ഫ്ലാഗ്, റൈറ്റ്. സ്വന്തം കാര്യങ്ങൾ അത്യാവശ്യം മാനേജ് ചെയ്യാൻ കഴിയുന്ന, ഒരു ഇൻഡിപെൻഡന്റ് നേച്ചറുള്ള, സ്വന്തം ഹെൽത്തും കരിയറും റിലേഷൻഷിപ്പും ഫിനാൻസും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മറ്റൊരു ആശ്രയത്തിന് പോവാതെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള, നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന, അത്യാവശ്യം കാര്യപ്രാപ്തി, അതാണ് ഒരു കാര്യപ്രാപ്തിയും കാര്യക്ഷമതയും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ഗ്രീൻ ഫ്ലാഗ്. ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള, പവറുള്ള ഒന്നാണ്. സോ അതുകൊണ്ട് നമ്മൾ വളരെ ബുദ്ധിപൂർവം ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് റെഡ് ഫ്ലാഗ്സും ഗ്രീൻ ഫ്ലാഗ്സും ഒക്കെ മനസ്സിലാക്കേണ്ട സമയത്ത് തന്നെ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. ഐസ് ഡെസ്റ്റിനി.